ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. PSC 10th പ്രിലിംസ് ലെവലിലെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്നാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. അപ്പോൾ ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ലാഹോർ സമ്മേളനം 1928 ലാഹോർ സമ്മേളനം. ഇനി അനുബന്ധ വിവരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷവും ഡേറ്റ് അതുപോലെ തന്നെ മാസവും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. 1885 ഡിസംബർ 28 INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്വദേശി മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ INC സമ്മേളനം ഏതാണ്? സ്വദേശി മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ INC സമ്മേളനം 1905 ബനാറസ് സമ്മേളനമാണ്. അപ്പോൾ സ്വദേശി എന്ന മുദ്രാവാക്യം കൊണ്ടുവന്ന INC സമ്മേളനം 1905 ബനാറസ് സമ്മേളനമാണ്. പൂർണ്ണ സ്വരാജാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലാഹോർ സമ്മേളനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. അപ്പോൾ 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ INC സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം 1942 ബോംബെ സമ്മേളനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം DDT. US-ൽ DDT നിരോധിച്ച വർഷം 1972. US-ൽ DDT നിരോധിച്ച വർഷമാണ് 1972. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ നിലവിൽ വന്ന പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ നിലവിൽ വന്ന പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന രാജ്യാന്തര സംഘടനയാണ് IUCN. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന രാജ്യാന്തര സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് IUCN ആണ്. സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണ് ഗ്രേറ്റ തൻബർഗ്. ഇപ്പോൾ ഗ്രേറ്റ തൻബർഗ് ഏത് പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണെന്ന് ചോദിച്ചാൽ സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് ആണ്. ഇതാണ് സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ്. അടുത്തത് ശിലകളെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബസാൾട്ട് ഏതു ശിലയ്ക്ക് ഉദാഹരണമാണ്? ബസാൾട്ട് ഏതു ശിലയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ആഗ്നേയ ശിലയാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയ ശിലയാണ്. 3 തരത്തിലുള്ള ശിലയും അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. ആദ്യത്തേതാണ് ആഗ്നേയ ശില, രണ്ടാമത്തേത് കായാന്തരിത ശില, അവസാദ ശില. ഇങ്ങനെ 3 ശിലകളാണുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. ശിലകളുടെ മാതാവ് അഥവാ പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ആഗ്നേയ ശില. അപ്പോൾ ആഗ്നേയ ശിലകളാണ് ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത്. ഗ്രാനൈറ്റ്, ഡോളമൈറ്റ് എന്നിവ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പഠിച്ച ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ് എന്നിവ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ്. കാറ്റ്, ഒഴുക്കുവെള്ളം, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. കാറ്റ്, ഒഴുക്കുവെള്ളം, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകൾ എന്താണ്? അവസാദ ശിലകളാണ്. ജിപ്സം, കല്ലുപ്പ്, കൽക്കരി, മണൽക്കല്ല് എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ജിപ്സം, കല്ലുപ്പ്, കൽക്കരി, മണൽക്കല്ല് എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ് എന്നിവ. അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ജിപ്സം, കല്ലുപ്പ്, കൽക്കരി, മണൽക്കല്ല്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായതാണ് കായാന്തരിത ശിലകൾ.
മാർബിൾ, സ്ലേറ്റ്, നൈസ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ, സ്ലേറ്റ്, നൈസ് എന്നിവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഓരോ ശിലകളും അതിൻ്റെ എക്സാമ്പിൾസും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. മണിയാർ ജലവൈദ്യുത പദ്ധതി ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണെന്ന് ഓർക്കുക. അത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യം വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഇന്ത്യയിൽ ആദ്യം വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശൂരാണ്. പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ. പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഒളവണ്ണയാണ്. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ. സ്വന്തമായി ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണ. സ്വന്തമായിട്ട് പൊതുജന പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷി. ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവാണ്. ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ്. ഓരോ പ്രസ്ഥാനങ്ങളും അവരുടെ സ്ഥാപകരുമാണ് അടുത്ത് നോക്കുന്നത്. ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആരാണ്? GG അഗാക്കർ, ബാലഗംഗാധര തിലക്, MG റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് GG അഗാക്കർ, ബാലഗംഗാധര തിലക്, MG റാനഡെ. ഇവർ 3 പേര് ചേർന്നാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത്. ഹരിജൻ സേവക് സംഘം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ സേവക് സംഘം ആരംഭിച്ചതാരാണ്? മഹാത്മാഗാന്ധി. സോഷ്യൽ സർവീസ് ലീഗ് NM ജോഷിയാണ്. സോഷ്യൽ സർവീസ് ലീഗ് NM ജോഷി. ഭൂദാന പ്രസ്ഥാനം ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? ആചാര്യ വിനോബ ഭാവെ. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ആരാണ്? ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജ് വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജ് വീരേശലിംഗം പന്തലു. മദ്രാസ് മഹാജനസഭ M വീരരാഘവാചാര്യർ. G സുബ്രഹ്മണ്യ അയ്യർ, P ആനന്ദ ചാർലു. മദ്രാസ് മഹാജനസഭ M വീരരാഘവാചാര്യർ, G സുബ്രഹ്മണ്യ അയ്യർ, P ആനന്ദ ചാർലു. അടുത്ത ക്വസ്റ്റ്യൻ, ബയലാട്ടം എന്ന ഏത് കലാരൂപം? ബയലാട്ടം എന്നത് ഏത് കലാരൂപമാണെന്ന് ചോദിച്ചാൽ അത് യക്ഷഗാനമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. യക്ഷഗാനത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. യക്ഷഗാനത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. യക്ഷഗാനം ബയലാട്ടം എന്നും അറിയപ്പെടുന്നു. യക്ഷഗാനം അറിയപ്പെടുന്ന വേറൊരു പേരാണ് ബയലാട്ടം. അടിയ ഗോത്ര വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദിക എന്ന് പറയുന്നത് വേറൊരു കലാരൂപമാണ്. അത് അടിയ ഗോത്ര വിഭാഗത്തിന്റെ അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാട് ഏതാണ്? കണ്ണൂരാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലമാണ് ആലുവ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? ആലുവയിൽ വച്ചാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കോട്ടുകൾ ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവ മനുഷ്യന് എന്ന് ഉദ്ബോധിപ്പിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെയാണ്? വർക്കല ശിവഗിരിയിലാണ്. ഇപ്പൊ ജനനം ചെമ്പഴന്തി, അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. സമാധി വർക്കല ശിവഗിരിയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്.
അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് മികച്ച പരിശീലനങ്ങളിൽ നൽകുന്ന അവാർഡാണ്. അപ്പോൾ OM നമ്പ്യാർക്കാണ് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ക്രിക്കറ്റിലെ ആദ്യ ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അച്രേക്കറിനാണ്. ഫുട്ബോളിൽ നിന്നും ആദ്യം ദ്രോണാചാര്യ ലഭിച്ചത് സെയ്ദ് നസീമുദ്ദീനാണ്. ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് നൽകിയത് 2000 ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ്. ക്രിക്കറ്റിലെ ആദ്യ ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അച്രേക്കറിനാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്ക് പഠിക്കാം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. OM നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ഫുട്ബോളിൽ നിന്നും ആദ്യം ദ്രോണാചാര്യ ലഭിച്ചത് സെയ്ദ് നസീമുദ്ദീനാണ്. ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് നൽകിയത് 2000 ഇത്രയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നോക്കിയേ, ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മികച്ച കായിക പരിശീലനങ്ങളിലും നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യയിലെ മികച്ച കായിക പരിശീലനങ്ങളിലും നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയത് 1985 അപ്പോൾ 1985 നമ്മൾ പറഞ്ഞു മലയാളിയായിട്ടുള്ള OM നമ്പ്യാർക്ക് അവാർഡ് കിട്ടുന്നത്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശിയാണ് BI ഫെർണാണ്ടസ്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശിയാണ് BI ഫെർണാണ്ടസ്. ഇനി നമ്മൾ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചില്ലേ, അതിന്റെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നോക്കാം. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് പരിശീലകൻ ദേശ് പ്രേം ആസാദ് ആണ്. ആരാണ്? ദേശ് പ്രേം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. 2018 ഡിസംബറിലാണ് ശക്തികാന്ത ദാസ് ചുമതലയേറ്റത്. അപ്പോൾ ഈ 2024 ആയപ്പോഴേക്കും കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. 2024 ഇപ്പോഴും പഠിച്ചു വയ്ക്കേണ്ടത് സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിന്റെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ്. ആദ്യ ഇന്ത്യക്കാരനാരാണ്? CD ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ₹1 നോട്ടിൽ ഒഴികെ ബാക്കിയുള്ള കറൻസിയിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അപ്പോൾ ₹1 നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ₹1 നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ്. ബെനഗൽ രാമറാവു. അപ്പോൾ ഇപ്പോഴത്തെ RBI ഗവർണർ മാറിയിട്ടുണ്ട്, പഠിച്ചു വയ്ക്കുക. സഞ്ജയ് മൽഹോത്രയാണ് 26ാമത് RBI ഗവർണറാണെന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇടാം. താങ്ക് യു.